ഒരു നമ്മുടെ ജനങ്ങളെ ഒന്ന് ആശങ്കയിലാഴ്ത്തി അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കാനായി തോന്നിയൊരു വാർത്ത എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം പരിമിതപ്പെടുത്തുന്നു എന്ന വാർത്തയാണ്. അത് പല രീതിയിൽ ജനങ്ങളെ ബാധിക്കാവുന്ന ഒരു വിഷയമാണ്. ഒരു പഞ്ചായത്തിലെ 2 റേഷൻ കടകളിൽ നിന്ന് മാത്രമേ ഇനി മണ്ണെണ്ണ വിതരണം ചെയ്യൂ. ഇത് സംബന്ധിച്ച് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ മണ്ണെണ്ണ വിതരണം ഏറ്റെടുക്കില്ല എന്നാണ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സമിതി സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. മണ്ണെണ്ണ വിതരണത്തിലെ പ്രതിസന്ധി ഒഴിവാക്കാനാണ് വിതരണം പരിമിതപ്പെടുത്തുന്നതെന്നാണ് സർക്കാർ വാദം. ഒരു പഞ്ചായത്തിലെ 2 റേഷൻ കടകൾ വഴി മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ മതിയെന്ന പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ നിർദ്ദേശം നൽകി. 3 മാസത്തിലൊരിക്കൽ മാത്രം മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ കടകൾ വഴി മണ്ണെണ്ണ വിതരണം ചെയ്യും. ഇതാണ് റേഷൻ വ്യാപാരികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. റേഷൻ വിതരണത്തെ മൊത്തത്തിൽ തകർക്കുന്നതാണ് ഉത്തരവെന്ന് റേഷൻ വ്യാപാരികൾ ആരോപിക്കുന്നു. 1-2 കടകളിലൂടെ മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ പോർട്ടബിലിറ്റി സംവിധാനമുള്ളതുകൊണ്ട് ഈ കടകളിൽ നിന്ന് തന്നെ റേഷൻ സാധനങ്ങൾ വാങ്ങും. മറ്റ് റേഷൻ കടകളിൽ വിതരണം കുറയുകയും ചെയ്യും. മണ്ണെണ്ണ വിതരണം ഏറ്റെടുക്കാനാകില്ലെന്ന് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സമിതി സർക്കാരിനെ രേഖാമൂലം അറിയിച്ചു. റേഷൻ വ്യാപാരികളുമായി കൂടിയാലോചിച്ച ബദൽ മാർഗങ്ങൾ കണ്ടെത്തണമെന്നാണ് ആവശ്യം. സർക്കാർ തീരുമാനത്തിനെതിരെ AITUCയും രംഗത്ത് വന്നിട്ടുണ്ട്. റേഷൻ കടകളെ 2 തട്ടിലാക്കുന്നതാണ് ഉത്തരവെന്ന് AITUC ആരോപിക്കുന്നു. കേന്ദ്ര സർക്കാർ മണ്ണെണ്ണ വിഹിതത്തിൽ വരുത്തിയ കുറവ് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ അതാണ് ആ രീതിയിൽ മണ്ണെണ്ണ വിതരണം പരിമിതപ്പെടുത്തും എന്നതാണ് പുതിയ വാർത്ത. അതിലിപ്പോൾ എങ്ങനെയാണ് ഇനി പൊതുജനങ്ങൾ പ്രതികരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. കമന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ലേഖ ജയൻ പറയുന്നു, ചുന്ദരിമണികളുടെ പാട്ട് കലക്കി, താങ്ക് യു. അനു പീറ്റർ പറഞ്ഞു, ഹായ്, വാച്ചിങ് ഫ്രം ബഹ്റൈൻ, നൈസ് സോങ് സെലക്ഷൻ ആൻഡ് ഗുഡ് സിംഗിങ് ബോത്ത് ഓഫ് യു. പിന്നെ പറയുന്നു, ഷഫീർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെയൊക്കെ വിളിക്കുന്നുണ്ട്, അവരെല്ലാവരുടെ അടുത്തും വരാൻ പറയുന്നുണ്ട്. പറയുന്നു, വാർത്തയൊക്കെ ഞങ്ങൾ ഇന്ന് കേട്ടതാണ്, കമന്റ് വായിക്കും മക്കളെ, ഞങ്ങൾ പോകണോ ഇറങ്ങി എന്ന് ചോദിക്കുന്നു ഷാജി പൊയ്കയിൽ. ചേട്ടാ, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കമന്റ് ഒക്കെ വായിക്കും, പക്ഷേ വാർത്തകളെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. വാർത്തകൾ കൃത്യമായി തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ മിക്സ് ചെയ്ത് പോവാം. മോഹൻ പറയുന്നുണ്ട്, ഹായ് പ്രജിൻ ആൻഡ് പ്രവിത, ഐ നെവർ മിസ് യുവർ പ്രോഗ്രാം വിച്ച് ഈസ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എവറി ഡേ, കീപ് ഇറ്റ് അപ്പ്, സോങ് സൂപ്പർ, താങ്ക് യു. അനു പീറ്റർ അല്ലേ? മോഹൻ പറയുന്നു, ഞങ്ങളുടെ കമന്റ് എന്തെങ്കിലും വായിക്കുന്നുണ്ടോ? ഞാൻ പോകുന്നു, സ്റ്റാർട്ട് ചെയ്ത് 18 മിനിറ്റായി, ഒരു കമന്റ് പോലും വായിച്ചിട്ടില്ല എന്ന ഒരു പരിഭവമാണ് അനു പീറ്റർ പങ്കുവെക്കുന്നത്. വായിച്ചല്ലോ. ജോർജ് കെ ജെ പറയുന്നുണ്ട്, എനിക്കുള്ള ഉപദേശമാണ് കേട്ടോ, പ്രവിത കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യുക, പാട്ട് നന്നാവുന്നു. പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ സമയമില്ല കേട്ടോ, നമ്മളിങ്ങനെ ഒന്നാണ് ഒപ്പിച്ചൊപ്പിച്ച് ഇങ്ങനെ പോവാണ്. ഞങ്ങൾക്ക് നന്നായി ബോറാകുന്നുണ്ട്. ഈ വാർത്തകൾ രാവിലെ മുതൽ ഇന്ന് തന്നെ കണ്ട് മടുത്തു എന്ന് മിനി ബാബു പറയുന്നു. വാർത്തകൾ കാണാത്ത ആൾക്കാരും ഉണ്ട് മിനി ചേച്ചി, അപ്പം അവരിലേക്കാണ് ഈ വാർത്തകൾ എത്തിക്കുന്നത്. ഒരു ദിവസം പൂർത്തിയാകുമ്പോൾ ഇന്നത്തെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വാർത്തകളൊക്കെ നമ്മളൊന്നുകൂടി ഒന്ന് നോക്കണ്ടേ? അപ്പോൾ അതാണ്.